എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ക്ലാസ് എന്ന് പറയുന്നത് BCom BBA ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സബ്ജക്റ്റിലെ 5ാമത്തെ മൊഡ്യൂളായ പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. ഈ മൊഡ്യൂൾ തന്നെ ആദ്യം ചെയ്യാനുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു മൊഡ്യൂളാണ്. മോർ ഓവർ ഞാൻ ഓവറായിട്ട് പറയുന്നില്ല. ഈ മൊഡ്യൂളിൽ നിന്ന് കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിക്കുമ്പോൾ 10, 15, 20 ഈ ഒരു റേഞ്ചിലാണ്. ഒരു വർഷം 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, മറ്റൊരു വർഷം 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, വേറൊരു വർഷം 24 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ദെൻ മറ്റൊരു വർഷം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് കഴിഞ്ഞ 4 വർഷം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചത്. അത്യാവശ്യം പാസ്സാവാൻ വേണ്ടിയിട്ടൊക്കെ മെനക്കെടുന്നവരാണെങ്കിൽ ഈ മൊഡ്യൂൾ ഒന്ന് പഠിച്ചു വെച്ചോളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൊഡ്യൂളിന്റെ ക്ലാസ് ആദ്യമേ പോസ്റ്റ് ചെയ്യുന്നത്. 1, 2, 3, 4 ഒന്നും ചെയ്യാതെ മൊഡ്യൂൾ 5 ചെയ്യാനുള്ള വൺ ഓഫ് ദി മെയിൻ റീസൺ ഇതൊരു സിമ്പിൾ മൊഡ്യൂൾ ആണെന്നാണ്. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഈ മൊഡ്യൂൾ പഠിച്ചെടുക്കാം. ആദ്യം തന്നെ പ്രോജക്റ്റ് എന്താണ്? ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ചെയ്യാൻ പോകുന്ന പുതിയൊരു ബിസിനസിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പ്രോജക്റ്റ് റിപ്പോർട്ട് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഓവറോൾ പിക്ചർ ഓഫ് ദി പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് എന്തിലൂടെ കിട്ടും? ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിലൂടെ കിട്ടും. അപ്പോ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ്. പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ഡോക്യുമെന്റ് ആണ്. ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ആ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും എന്തിലുണ്ടായിരിക്കും? ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് എന്ത് പറയാം? ഇറ്റ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ദി പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ ഒരു ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഓവറോൾ പിക്ചർ ഓഫ് ദി പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ഓവറോൾ പിക്ചർ കൂടെ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിലൂടെ കിട്ടും. ഇതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. ഒന്ന്, ഇതൊരു ഡോക്യുമെന്റ് ആണ്. രണ്ടാമത്തത്, പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ബ്ലൂ പ്രിന്റ് ആണ്. മൂന്നാമത്തത്, നമ്മുടെ പ്രോജക്റ്റിന്റെ ഓവറോൾ പിക്ചർ ഈ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിലൂടെ കിട്ടും. അടുത്തതാണ് പ്രോജക്റ്റ് പ്രൊഫൈൽ. ഇറ്റ് ഈസ് എ ബ്രീഫ് ഓവർവ്യൂ ഓർ സമ്മറി ഓഫ് എ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർ ചെയ്യാൻ പോകുന്ന ന്യൂ ബിസിനസ് വെഞ്ചറിന്റെ ഒരു അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഒരു ഓവറോൾ വ്യൂ അല്ലെങ്കിൽ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു സമ്മറിനെയാണ് പ്രൊജക്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രൊജക്ട് പ്രൊഫൈൽ എന്നുള്ളത്. അപ്പൊ പ്രൊജക്ട് പ്രൊഫൈൽ ഈസ് എ ബ്രീഫ് ഓവർവ്യൂ ഓർ സമ്മറി ഓഫ് എ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. ക്ലിയർ ആയല്ലോ? അതൊരു ബ്രീഫ് സമ്മറിയാണ്. അടുത്തതാണ് പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ. പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രീഫ് ഔട്ട്ലൈൻ ഓർ സമ്മറി ഓഫ് എ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. അപ്പൊ നമുക്ക് പ്രൊജക്ട് പ്രൊഫൈലും അതുപോലെ തന്നെ പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷനും സെയിം ആണ്. ഓക്കെ, അപ്പൊ പ്രോജക്റ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാലും അതൊരു ഓവർവ്യൂ അല്ലെങ്കിൽ ഔട്ട്ലൈൻ അല്ലെങ്കിൽ ഒരു സമ്മറിയാണ് എന്തിന്റെ? പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ. അതുപോലെ തന്നെ പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷനും ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ ഔട്ട്ലൈൻ അല്ലെങ്കിൽ സമ്മറിയാണ്. അടുത്തതാണ് പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ. പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഇൻ ദി ഇനീഷ്യേറ്റിംഗ് ഫേസ് ഓഫ് എ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഈസ് ദ പ്രോസസ് ഇൻ ദി ഇനീഷ്യേറ്റിംഗ് ഫേസ് ഓഫ് എ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. നമ്മൾ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് വെഞ്ചർ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു പ്രോസസ്സാണ് പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഈസ് ദി പ്രോസസ്. അതൊരു പ്രോസസ് ആണ് ഇൻ ദി ഇനീഷ്യൽ ഫേസ് ഓഫ് എ പ്രോജക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രോജക്റ്റ് ലൈഫ് സൈക്കിളിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു പ്രോസസ്, അങ്ങനെ ഓർത്താൽ മതി. അടുത്തതാണ് പ്രോജക്റ്റ് ഇവാലുവേഷൻ. പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് മീൻസ് അസസ്മെന്റ് ഓഫ് വയബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ സക്സസ് ഓഫ് എ ന്യൂ ബിസിനസ് വെഞ്ചർ അല്ലെങ്കിൽ പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് വെഞ്ചറിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ വയബിലിറ്റിയും അതിന്റെ സക്സസ് എത്രത്തോളം ഉണ്ടാകും എന്നുള്ള കാര്യം അസസ്മെന്റ് ചെയ്യുന്നതിനെയാണ് പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് മീൻസ് അസസ്മെന്റ് ഓഫ് വയബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ സക്സസ് ഓഫ് എ ന്യൂ ബിസിനസ് വെഞ്ചർ, അതിനെയാണ് പ്രോജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി, പുതിയൊരു ബിസിനസ് വെഞ്ചറിന്റെ അല്ലെങ്കിൽ പുതിയൊരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ വയബിലിറ്റിയും പൊട്ടൻഷ്യൽ സക്സസും അസസ്മെന്റ് നടത്തുന്നതാണ് പ്രോജക്റ്റ് ഇവാലുവേഷൻ. അടുത്തത് അതുപോലെ തന്നെ പ്രോജക്റ്റ് അസസ്മെന്റ് എന്താണെന്ന് ചോദിച്ചാലും സെയിം ആൻസർ എഴുതിയാൽ മതി. അടുത്തതാണ് പ്രോജക്റ്റ് അനാലിസിസ്. ലെറ്റ്സ് സീ എന്താണ് പ്രോജക്റ്റ് അനാലിസിസ്. പ്രോജക്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് പ്രപ്പോസ്ഡ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടിന്റെ ഡീറ്റെയിൽഡ് എക്സാമിനേഷനെയാണ് പ്രോജക്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സാമിനേഷൻ ഓഫ് ടെക്നിക്കൽ, ഫിനാൻഷ്യൽ ആൻഡ് മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് ഓഫ് പ്രോജക്റ്റ്. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആസ്പെക്റ്റുകളും എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിനേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ പ്രോജക്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോജക്റ്റ് അപ്രൈസൽ. പ്രോജക്റ്റ് അപ്രൈസൽ ഈസ് ദി സെർച്ചിങ്, സ്ക്രൂട്ടിനി, അനാലിസിസ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ്, ടെക്നിക്കൽ, എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ വേരിയബിൾസ് ഇഫ് ഇറ്റ് എക്സാമിൻസ് ദി വയബിലിറ്റി ഓഫ് ദി പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിന്റെ വയബിലിറ്റി എക്സാമിൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു പ്രോജക്റ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് സെർച്ച് ചെയ്യുകയും അതിനെ സ്ക്രൂട്ടിനി ചെയ്യുകയും അതായത് സൂക്ഷ്മ പരിശോധന നടത്തുകയും അനലൈസ് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് പ്രോജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രോജക്റ്റ് റിപ്പോർട്ട്. പ്രോജക്റ്റ് റിപ്പോർട്ട് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ഈവൺ പോയിന്റും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക. ഇറ്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് നോ പ്രോഫിറ്റ് നോ ലോസ്, ലാഭവും നഷ്ടവും ഇല്ലാതെ, അതായത് റവന്യൂ ഈക്വൽ ടു കോസ്റ്റ് ആകുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് നോ പ്രോഫിറ്റ് നോ ലോസ്, ലാഭവുമില്ല അവിടെ നഷ്ടവുമില്ല, അത്തരം ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ റവന്യൂ, അങ്ങനെയും കൂടി എഴുതിക്കോ നിങ്ങൾ, ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആവുന്നതിനെയാണ് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് പ്രോജക്ട് റിപ്പോർട്ട്. 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതേപോലെ തന്നെ 1-2 എസ്സേയുടെ കൂടെ, അതായത് കണ്ടന്റ് എസ്സേ ചോദിച്ച് അതിന്റെ കൂടെ റിക്വയർമെന്റ്സും ചോദിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി സിമ്പിൾ, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ലെറ്റ്സ് സീ വാട്ട് ആർ ദി റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് പ്രോജക്ട് റിപ്പോർട്ട്. എന്തൊക്കെയാണ് ഒരു നല്ല പ്രോജക്ട് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്? മേ ബി അവർ റിക്വയർമെന്റ്സ് എന്നായിരിക്കില്ല ചോദിക്കുക, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രോജക്ട് റിപ്പോർട്ട്, അല്ലെങ്കിൽ വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ഓഫ് എ ഗുഡ് പ്രോജക്ട് റിപ്പോർട്ട് എന്നൊക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എക്സ്പേർട്സ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയായിരിക്കണം ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇന്ന് നമ്മുടെ ഒരുപാട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇത്തരത്തില് പ്രോജക്ട് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺസൾട്ടൻസി സർവീസസ് ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയായിരിക്കണം ഒരു ബിസിനസിന്റെ പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എക്സ്പേർട്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ സർവേ. അതായത് ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ സർവേ ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ കയറി നാളെ ഒരു ബിസിനസ് തുടങ്ങണം, അതിനൊരു പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ചെയ്തിട്ട് കാര്യമില്ല. അതിന്റെ പിറകിൽ ബിഹൈൻഡ് ദി ആ ഒരു ഇതില് നമുക്ക് എന്തുണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ സർവേ കണ്ടക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ 2 പോയിന്റ് പഠിച്ചു, അത് ഒന്ന് തറോ ആയിട്ട് പഠിച്ചു വെക്കുക. ഒന്നാമത്തത് ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എക്സ്പേർട്സ്. എക്സ്പേർട്ട് ആയിട്ടുള്ള ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ സഹായത്തോടു കൂടിയായിരിക്കണം ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. അടുത്തതാണ് ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ സർവേ. ഒരു കൃത്യമായ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സർവേയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ് ആൻഡ് സ്പെസിഫിക്.
എപ്പോഴും പ്രോജക്ട് റിപ്പോർട്ട് എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. എന്താണ് ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ? കൃത്യത ഉള്ളതായിരിക്കണം അല്ലെ? ആക്യുറസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യത എന്നല്ലേ? അപ്പോൾ ഏതൊരു പ്രോജക്റ്റും എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്പെസിഫിക്കും ആയിരിക്കണം. അതായത് എന്തിനെയാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടന്റ് അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. ഏതൊരു പ്രോജക്ട് റിപ്പോർട്ടും പ്രിസൈസ് ആയിരിക്കണം, അതായത് നല്ലതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ ലോജിക്കൽ സീക്വൻസ്. പ്രോജക്ട് റിപ്പോർട്ട് ലോജിക്കൽ സീക്വൻസ് ഉണ്ടായിരിക്കണം, ഓർഡറിലായിരിക്കണം. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല. അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ഉണ്ടായിരിക്കും. അടുത്തത് ഇറ്റ് ഷുഡ് ഹാവ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. ഏതൊരു പ്രോജക്ട് റിപ്പോർട്ടിനും വ്യക്തമായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു ഗുഡ് പ്രോജക്ട് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ്, അതല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയാസ്. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എക്സ്പേർട്സ്. എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി ആയിരിക്കണം പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രോപ്പർ സർവേ. കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പ്രോജക്ട് റിപ്പോർട്ട്. ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് ആൻഡ് സ്പെസിഫിക്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പോയിന്റ് ആയിട്ട് എഴുതാം. ഇറ്റ് ഷുഡ് ബി ആക്യുറേറ്റ് എന്നും ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് എന്നും. അതുപോലെ ഇറ്റ് ഷുഡ് ബി പ്രിസൈസ്. ഇറ്റ് ഷുഡ് ബി ഇൻ ലോജിക്കൽ സീക്വൻസ്. അതിനൊരു ലോജിക്കൽ കണക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇറ്റ് ഷുഡ് ഹാവ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ്. അതിന് ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. Then moving on to the next topic. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്തത്. കോമൺ പോയിന്റ്സ്. അതായത് ഒരു പ്രോജക്ട് റിപ്പോർട്ടിന്റെ പർപ്പസ്, ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ്, ഫങ്ഷൻസ്, യൂസേഴ്സ്, അപ്ലിക്കേഷൻസ്, ഇതെല്ലാം ചോദിച്ചാൽ ഞാൻ ചുവടെ കാണിച്ചിട്ടുള്ള പോയിന്റ് നിങ്ങൾ കോമൺ ആയിട്ട് എഴുതിക്കോളൂ. ദർ ഇസ് നോ ഡൗട്ട് ഇതെല്ലാം കറക്റ്റ് പക്ക ആൻസർ ആണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഒരുപാട് പഠിക്കുന്ന ആ ഒരു ബേർഡൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായി ഒന്ന് നോക്കിയതിന് ശേഷം ഇത്തരത്തിൽ കോമൺ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള പർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, ഫങ്ഷൻസ്, യൂസസ്, അപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമുക്ക് എഴുതാം. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. എന്തിനു വേണ്ടി, എന്താണ് നമ്മൾ പ്രോജക്ട് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്, ലക്ഷ്യം എന്താണ്, പ്രാധാന്യം എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ ഉപയോഗം എന്താണെന്നൊക്കെയാണ് നോക്കുന്നത്. എല്ലാം തന്നെ സെയിം കാര്യമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഓരോന്നും കുറെ പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട, മാറിപ്പോകും, പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാവില്ല ഇത് ഓരോന്നും സെപ്പറേറ്റ് പഠിച്ചാൽ. അതിന് പകരമായിട്ട് നമുക്ക് ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്യാം? കോമൺ പോയിന്റ്സ് പഠിക്കാം. ടു ഇവാലുവേറ്റ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി. അതായത് ഈ ഒരു പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതോടുകൂടി അല്ലെങ്കിൽ റിപ്പോർട്ട് റൈറ്റിംഗ് നടത്തുന്നതോടുകൂടി നമുക്ക് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോജക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ടു ഇൻഫോം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും. ടു അസസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ടു അസസ് ദ പ്രോഫിറ്റ്, എത്ര പ്രോഫിറ്റ് ഇൻ ഫ്യൂച്ചർ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് അസസ് ചെയ്യാം. ടു അനലൈസ് ദ ഫിനാൻഷ്യൽ റിസ്ക്, ആ ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിലൂടെ നമുക്ക് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യാം. ടു അസിസ്റ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ 2 പോയിന്റോടെ ഞാൻ പറഞ്ഞു തരാം. ടു അസിസ്റ്റ് ഫിനാൻഷ്യൽ ബഡ്ജറ്റിംഗ്, ടു അസിസ്റ്റ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ ദ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ ഗുഡ് പ്രോജക്ട് റിപ്പോർട്ട്. ഒരു നല്ല പ്രോജക്ട് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽസ് അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോപ്പർ ടൈമിന് നമ്മളത് പ്രിപ്പയർ ചെയ്യണം. പ്രിൻസിപ്പിൾസ് ഓഫ് ആക്യുറസി, ഇത് ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഈ പോയിന്റ് അവിടെ പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ ഇതിന്റെ എല്ലാം അർത്ഥം വെച്ചിട്ട് നിങ്ങൾ കൊടുക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോപ്പർ ടൈമിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ആക്യുറസി, പ്രിൻസിപ്പിൾസ് ഓഫ് റിലവൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് റിലയബിലിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് ക്ലാരിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി, പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രേവിറ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമി, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോപ്പർ ഷെഡ്യൂളിംഗ്. വളരെ സിമ്പിൾ ആണ്. ഒരു 2 പ്രാവശ്യം വീഡിയോ കേട്ടൊന്ന് പോസ് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരു 6-7 പോയിന്റ് പറയാൻ പറ്റും. അത്രയ്ക്കും സിമ്പിൾ ആണ്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചെടുക്കുക, വാട്ട് ആർ ദി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് പ്രോജക്ട് റിപ്പോർട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊന്നും ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല കഴിഞ്ഞ 4 വർഷമായിട്ട്. എന്നാലും നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഇൻ കേസ് ഈ വർഷം ചോദിച്ചാലോ, എസ് എ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. എസ് എ ചോദിച്ചാൽ ഈ 10 പോയിന്റ് എഴുതിയാൽ മതി. അപ്പൊ പ്രോപ്പർ ടൈമിംഗ്, ബാക്കി ആ ഒരു ഓളത്തിൽ അങ്ങ് പഠിച്ചു പോയാൽ മതി. ആ ഒരു ഫ്ലോയിൽ ആക്യുറസി, റിലയബിലിറ്റി, ഒബ്ജക്റ്റിവിറ്റി, കൺസിസ്റ്റൻസി, ബ്രേവിറ്റി, അത് തന്നെ 5 പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് സെറ്റ് ആക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. Let's move on to the next topic, which is methods of project reporting. Project report write ചെയ്യുന്നതിന് 3 മെത്തേഡ്സ് ആണുള്ളത്. റിട്ടൺ റിപ്പോർട്ട്,
ഗ്രാഫിക് റിപ്പോർട്ടിംഗ്, ഓറൽ റിപ്പോർട്ടിംഗ്. നമുക്കതൊരു വൺ ലൈൻ എക്സ്പ്ലനേഷനോട് കൂടി നോക്കാം. എന്താണ് റിട്ടൺ റിപ്പോർട്ടിംഗ്, എന്താണ് ഗ്രാഫിക് റിപ്പോർട്ടിംഗ്, എന്താണ് ഓറൽ റിപ്പോർട്ടിംഗ് എന്ന്. ആദ്യത്തേതാണ് റിട്ടൺ റിപ്പോർട്ടിംഗ്. റിട്ടൺ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഡോക്യുമെന്റിംഗ് എ പ്രോജക്ട് റിപ്പോർട്ട് ഇൻ റിട്ടൺ ഫോർമാറ്റ്. ഒരു എഴുതി തയ്യാറാക്കിയോ അല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോർമാറ്റിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റിട്ടൺ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവും. റിട്ടൺ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഡോക്യുമെന്റിംഗ് എ പ്രോജക്ട് റിപ്പോർട്ട് ഇൻ എ റിട്ടൺ ഫോർമാറ്റ്. ഒരു റിട്ടൺ ഫോർമാറ്റിലൂടെ പ്രോജക്ട് റിപ്പോർട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നതാണ് റിട്ടൺ റിപ്പോർട്ടിംഗ്. അടുത്തതാണ് ഗ്രാഫിക് റിപ്പോർട്ടിംഗ്. ഗ്രാഫിക് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഡോക്യുമെന്റിംഗ് എ പ്രോജക്ട് റിപ്പോർട്ട് ഇൻ ദി ഫോം ഓഫ് പിക്ചർ, ഗ്രാഫ്സ് ഓർ ഡയഗ്രംസ്. പിക്ചറുകളുടെയോ ഗ്രാഫുകളുടെയോ അല്ലെങ്കിൽ ഡയഗ്രംസിന്റെയോ രൂപത്തിൽ ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗ്രാഫിക് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഇറ്റ് മീൻസ് ഡോക്യുമെന്റ് എ പ്രോജക്ട് ഇൻ റിപ്പോർട്ട് ഇൻ ദി ഫോം ഓഫ് പിക്ചർ, ഗ്രാഫ് ഓർ ഡയഗ്രംസ്. മൂന്നാമത്തതാണ് ഓറൽ റിപ്പോർട്ടിംഗ്. ഓറൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഡോക്യുമെന്റിംഗ് എ പ്രോജക്ട് റിപ്പോർട്ട് ഇൻ ദി ഫോം ഓഫ് ഗ്രൂപ്പ് മീറ്റിംഗ് ആൻഡ് കോൺഫറൻസ്. ഒരു ഗ്രൂപ്പ് മീറ്റിംഗിലൂടെ, അതിനുള്ള ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ ഒരു കോൺഫറൻസിലൂടെയോ ഒരു സെമിനാറിലൂടെയോ ഒക്കെ തന്നെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടിനെയാണ് ഓറൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഒരു 5 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് പ്രോജക്ട് റിപ്പോർട്ടിംഗ്. അപ്പൊ നിങ്ങൾ പ്രോജക്ട് റിപ്പോർട്ടിംഗ് എന്താണെന്ന് എഴുതിയതിനു ശേഷം there are 3 project reporting styles: written reporting, graphic reporting and oral reporting. Written reporting, it means documenting a project report in written format. Graphic reporting, it means documenting a project report in the form of picture, graphs or diagrams. Oral reporting means documenting a project report in the form of group meetings and conferences. ഇനി essay topic ആണ് contents of a project report. ഒരു പ്രോജക്ട് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടന്റുകൾ എന്തൊക്കെയാണ്? എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരിക്കണം, പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, ലൊക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അതിൽ പ്രതിപാദിച്ചിരിക്കണം, പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ചും റോ മെറ്റീരിയൽസിനെ കുറിച്ചും ആ ഒരു പ്രപ്പോസ്ഡ് പ്രോജക്റ്റിന്റെ യൂട്ടിലിറ്റീസിനെ കുറിച്ചും അതിൽ നിഷ്കർഷിച്ചിരിക്കണം, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, മാൻ പവർ റിക്വയർമെന്റ്സ് ഉണ്ടായിരിക്കണം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, കോസ്റ്റ് ഓഫ് പ്രോജക്ട്, അത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, സോഴ്സ് ഓഫ് ഫിനാൻസ്, ഫിനാൻഷ്യൽ വയബിലിറ്റി ഉണ്ടായിരിക്കണം. ഇത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. അടുത്തത് സ്ഥിരം ചോദിക്കുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ് ഫോർമാറ്റ് അല്ലെങ്കിൽ ലേ ഔട്ട്, അതല്ലെങ്കിൽ പ്രൊഫോമ ഓഫ് എ പ്രോജക്ട് റിപ്പോർട്ട് ഫോർ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസിന്റെ പ്രോജക്ട് റിപ്പോർട്ടിന്റെ ഫോർമാറ്റ്, ലേ ഔട്ട് അല്ലെങ്കിൽ പെർഫോമ എങ്ങനെയാണ്? അതിങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതേപോലെ ഒരു ടേബിൾ ആയിട്ട് വരയ്ക്കണം. ഞാൻ വരച്ചത് കണ്ടില്ലേ നിങ്ങൾ? ഒരു ഫസ്റ്റ് മാർജിന്റെ ഉള്ളിൽ ഒരു ടേബിൾ കണ്ടില്ലേ? എന്നിട്ട് ഹെഡിങ് ഇതായിരിക്കണം, പ്രോജക്ട് പ്രൊഫൈൽ ഫോർ മാനുഫാക്ചറിംഗ് യൂണിറ്റ്. എന്നിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട ഉള്ളിലുള്ള ഐറ്റത്തിന്. ആദ്യം സമ്മറിയാണ്. സമ്മറി എന്ന് എഴുതിയിട്ട് ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്തിട്ട് സമ്മറിയിൽ എന്തൊക്കെ കാണിക്കണം? പ്രോജക്ട് ഓവർവ്യൂ, പ്രോഡക്റ്റ്, ലൊക്കേഷൻ, ഓണർഷിപ്പ്, പ്രോജക്ട് കോസ്റ്റ്, ഫണ്ട് പാറ്റേൺ. അടുത്തത് ഇതിനൊന്നും എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കരുത്, അതൊക്കെ റോങ് ആണ്. ഈ സംഭവം ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്, കാരണം അതിന്റെ പെർഫോമയാണിത്. അടുത്തത് ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവേണ്ടത് പ്രോജക്ട് ബാക്ക്ഗ്രൗണ്ട്, പ്രോജക്ട് ഡിസ്ക്രിപ്ഷൻ, പ്രോജക്ട് ഐഡിയ, പ്രോഡക്റ്റ് മിക്സ്, പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പ്രൊമോട്ടർ. ആ പ്രൊമോട്ടർ ഉണ്ടാവില്ല ആ ഒരു പ്രോജക്റ്റ് തുടങ്ങുന്നത്, അവരുടെ നെയിം, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, ഫിനാൻഷ്യൽ കപ്പാസിറ്റി. ദെൻ ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ, ലൊക്കേഷണൽ അഡ്വാൻറ്റേജ്, ലേബർ അവൈലബിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി. അടുത്തതാണ് മാർക്കറ്റ് സർവേ. മാർക്കറ്റ് സർവേയിൽ ഉണ്ടായിരിക്കേണ്ടത് മേജർ എൻഡ് യൂസേഴ്സ് ആരാണ്, നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ മേജർ ബയേഴ്സ് ആരായിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, മാർക്കറ്റ് ഏരിയ, സെല്ലിംഗ് പ്രൈസ്, കോമ്പറ്റീറ്റീവ് സിറ്റുവേഷൻ, ഡിമാൻഡ് അനാലിസിസ്, ഇത്തരം കാര്യങ്ങൾ. അടുത്തത് പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. അതിൽ വേണ്ടത് ആനുവൽ കപ്പാസിറ്റി, മാനുഫാക്ചറിംഗ് പ്രോസസ്, ഡീറ്റെയിൽസ് ഓഫ് ടെക്നിക്കൽ നോഹൗ, പ്രൊഡക്ഷൻ പ്രോഗ്രാം മുതലായവയാണ്. അടുത്തത് പ്രോജക്റ്റ് കോസ്റ്റ് ആണ്. പ്രോജക്റ്റ് കോസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടത് ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ, ലാൻഡ് അക്വിസിഷൻ കോസ്റ്റ് മുതലായവയാണ്. അടുത്തതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കേണ്ടത് ആനുവൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ആനുവൽ സെയിൽസ് റവന്യൂ, നെറ്റ് പ്രോഫിറ്റ്.
അടുത്തത് ബ്രേക്ക് ഈവൺ പോയിന്റ് ആണ്. അതിൽ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ്, കോൺട്രിബ്യൂഷൻ മാർജിൻ, ബ്രേക്ക് ഈവൺ കാൽക്കുലേഷൻ. ദെൻ അടുത്തതിനൊന്നും സബ് പോയിന്റ് ഇല്ല, ഇതേപോലെ എഴുതി വെച്ചാൽ മതി. അനാലിസിസ് ഓഫ് ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് സപ്ലയേഴ്സ്, സിഗ്നേച്ചർ ഓഫ് ദി ഓണ്ടർപ്രണർ. അപ്പൊ ഇതോടുകൂടി നമ്മൾ അവസാനത്തെ മൊഡ്യൂളിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തു. ഇനി നിങ്ങൾ അത് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ 4th സെമസ്റ്റർ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു 5th മൊഡ്യൂളിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ നോട്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. സ്റ്റഡി വെൽ.